ഹായ്, വെൽക്കം ഓൾ ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെമ്മറി ലോസിനെ കുറിച്ചാണ്. ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുത്ത് നോക്കിയ സമയത്ത് കുറച്ച് ദിവസമായിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ ഇൻകം ടാക്സ് റിലേറ്റഡ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് April 1 കുറേ ചേഞ്ചസ് വന്നിരുന്നു. പിന്നെ March 31 ഇയർ എൻഡ്, July 31 റിട്ടേൺസ് ഫയൽ ചെയ്യണം. പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ഒരു ഏരിയയുമാണ് അത്. അപ്പോൾ കുറേ ഫോക്കസ് അപ്പോഴാണ് വിചാരിച്ചു ഒന്നൊരു റിലാക്സ് ഒന്ന് മാറിയിട്ട് ഒരു ഏരിയയിലേക്ക് ആലോചിച്ചപ്പോഴാണ് ചാനലൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് സബ്സ്ക്രിപ്ഷൻസ് നമ്പർ കുറവാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കുറേ പേര് വാച്ച് ചെയ്യുന്നുണ്ട് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. പക്ഷെ പലരും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ മറക്കല്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതേ വേവ് ലെങ്ത്തിലുള്ള ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണുന്ന നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ അപ്പോൾ നമുക്ക് ഇന്ന് മെമ്മറിയെ കുറിച്ച് തന്നെ ഇതാക്കാം അല്ലേ. ഞാൻ അടക്കം ഉള്ള പലരുടെയും ഒരു പ്രശ്നമാണ് എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല. കണ്ണട വെച്ചത് എവിടെയാണെന്ന് ഓർമ്മയില്ല, താക്കോൽ എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല. ഒരു റൂമിൽ എവിടെയെങ്കിലും പോയി ഒരു റൂമിൽ ഒരു സാധനം എടുക്കാൻ പോയതായിരിക്കും, ആ റൂമിൽ എത്തിയിട്ടുണ്ടാവും, എന്താ എടുക്കേണ്ടതെന്നുള്ളത് മറന്നിട്ടുണ്ടാവും. മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടാവും, മോട്ടർ ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വയം നമ്മളെ കുറ്റപ്പെടുത്താൻ നമുക്ക് തോന്നുന്നത് എന്തിങ്ങനെ ഓർമ്മയില്ലാത്തത് തോന്നും. അപ്പം തന്നെ നമ്മളെ പാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് വയസ്സാവും തോറും ഇതാണ് ഒരു പ്രശ്നം. ഈ വയസ്സാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് കൂടുന്തോറും ഈ ഓർമ്മയും ഇല്ല, ഒരു തേങ്ങയില്ല എന്ന് നമ്മളിങ്ങനെ നാച്ചുറലി നമ്മൾ പറയും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അത് നമ്മൾ സ്വയം ആശ്വാസം കാണുന്നു. അങ്ങനെ ഒരു ആശ്വാസം കാണും, നമ്മൾ വേഗം അതിൽ നിന്ന് സ്കിപ്പായി, ആ പ്രശ്നത്തിൽ നമ്മൾ സ്കിപ്പായി. അപ്പം നോക്കുമ്പോഴാണ് മക്കൾ വരുന്നത്. ഇതിനേക്കാൾ അപ്പുറമുള്ള മെമ്മറി ലോസ് ഉള്ളവരെ നമ്മൾ കാണുന്നു. 30s ഉള്ളത്, അല്ലെങ്കിൽ വേണ്ട ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഓർമ്മയില്ല, അവർക്ക് വെച്ചത് ഓർമ്മയില്ല, അവർ വെച്ച താക്കോൽ തന്നെ അവർക്ക് ഓർമ്മയില്ല, അവർക്ക് അവരുടെ കാറിൻ്റെ കീ എവിടെ വെച്ചതെന്ന് ഓർമ്മയില്ല. ഇങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ ഏജിൻ്റെ പ്രശ്നം. അപ്പോൾ അവിടെയാണ് എനിക്കൊരു കോൺട്രഡിക്ഷൻ തോന്നിയത്. സോ ഇവിടെ നമ്മൾ ആശ്വസിച്ചു ഏജ് ആണെന്നുണ്ട്. അപ്പോൾ അവരെന്ത് പറഞ്ഞിട്ടായിരിക്കും അവർ ആശ്വസിക്കുന്നുണ്ടാവുക, അവരെന്താ റീസൺ അവർ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോഴാണ് നമ്മൾ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നത് ഏജ് ഇസ് നോട്ട് ദി റീസൺ, പെർഫെക്റ്റ് റീസൺ ഫോർ മെമ്മറി ലോസ്. ഇതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ബ്രെയിൻ ഇനാക്റ്റീവാണ്. നമ്മൾ കംഫേർട്ട്സ് എടുക്കുകയാണ്. നമ്മൾ ഷോർട്ട് കട്ട്സ് എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയോ അതാണ് നമ്മളുടെ മെമ്മറി ലോസിന് ഒരു മെയിൻ കാരണം എന്ന് തന്നെയാണ്. ഇത് ശരിയായിരിക്കാം, ഇത് നമ്മൾ രണ്ട് കൂട്ടരെയും വെച്ച് നോക്കുമ്പോൾ ഇത് ശരിയാണ് എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പിച്ച് പറയാം. കാരണം നമ്മൾ പണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഫോൺ നമ്പർ, നമുക്ക് ലാൻഡ് ഫോണൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ കാലത്ത് നമുക്ക് എത്ര ലാൻഡ് ഫോൺ നമ്പേഴ്സ് നമുക്ക് അറിയാമായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു, എല്ലാം നമ്മുടെ മെമ്മറിയിലായിരുന്നു അല്ലേ. STD കോഡ് അടക്കം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോകുന്നു, നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇപ്പം നമ്മൾക്ക് കുറേ ഷോർട്ട് കട്ട്സ് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറയും എൻ്റെ അമ്മയ്ക്കൊക്കെ എന്തൊരു ഓർമ്മ, നമ്മുടെ ഇത് പറയും അമ്മയൊക്കെ എന്തായിരുന്നു. അവർ ബ്രെയിൻ ആക്റ്റീവ് ആക്കി വെക്കണം, അതാണ് ഏറ്റവും വലിയ കാര്യം. മെമ്മറി ഷാർപ്പൻ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ദ ബ്രെയിൻ ഷുഡ് ബി ആക്റ്റീവ്. ബ്രെയിൻ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട്സ് അത് നമ്മൾ കുറേ അവോയ്ഡ് ചെയ്യണം. നമ്മൾ ആ കംഫർട്ട് സോണിൽ നിൽക്കലുണ്ടല്ലോ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് മാറ്റിപ്പിടിക്കണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ അടക്കമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ആം അവേ ഫ്രം യു. ഞാൻ വലിയ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്കിതൊന്നുമില്ല എന്നല്ല പറയണം. എനിക്ക് സ്ഥിരമുള്ളൊരു പ്രശ്നമാണ്, എൻ്റെ കണ്ണട കാണില്ല, ഏത് സ്ഥലത്താണ് വെച്ചതെന്നുള്ളത് നമുക്ക് കാണില്ല. സോ ഞാൻ അതിന് എങ്ങനെയാണ് പരിഹാരം കണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുകളിലൊരു കണ്ണാട, താഴത്തൊരു കണ്ണാട, കിച്ചണിൽ ഉപയോഗിക്കാൻ ഒരു കണ്ണാട, ഇങ്ങനെ നമ്മൾ ചെയ്തു. ഞാൻ അതിൽ നിന്ന് സ്കിപ്പായി. കാരണം എവിടെ പോയാലും ഫ്രണ്ട് റൂമിൽ ടീമിൽ പോയാൽ എനിക്കൊരു കണ്ണാട അവിടെ കിട്ടും, അടുക്കളയിലേക്ക് പോയാൽ എനിക്കൊരു കണ്ണാട കിട്ടും, അതേപോലെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്കിപ്പായത്. അപ്പോൾ ഞാൻ അവിടെ എന്താ ചെയ്ത്, ഷോർട്ട് കട്ട് കാണുക ചെയ്ത്. അതേസമയം ആ ഒരൊറ്റ കണ്ണാട എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടിയും കൂടുതൽ അതിനെ സൂക്ഷിക്കുമായിരുന്നു. അതേപോലെ തന്നെ അതിനെ ഞാൻ ഫോക്കസ് ചെയ്യുമായിരുന്നു. അതെവിടെയാണ് വെച്ചത് ഞാനൊന്ന് ആലോചിക്കും, അത് മിസ്സായിപ്പോയി, അതെവിടെയാണ് ഞാൻ വെച്ചതെന്ന് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്നുള്ളതാണ്. സോ ഇപ്പോൾ നോക്കി നോക്കൂ, നമ്മളിപ്പോൾ അടുത്തൊന്ന് വായിച്ചു, ഞാൻ നാളെ വായിച്ചു ഒരു കാർഡിയാക് സർജൻ എന്താണ്, ഹി ഈസ് മോർ ദാൻ 75. 28 days പ്രായമുള്ള ഒരു കുട്ടിയുടെ ഹാർട്ട് സർജറി ചെയ്തു എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഈ വ്യക്തി
ഇത്രയും ഭംഗിയായിട്ട് ആ ഒരു സ്കില്ല് സർജിക്കൽ സ്കില്ല് ഉപയോഗിച്ചത്? അപ്പോൾ അവർക്ക് ഈ മെമ്മറി ലോസ് ഒന്നും ഇല്ലേ? നമുക്ക് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദ റീസൺ ഇസ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നേ വന്ന് ഹി ഈസ് വെരി ആക്റ്റീവ്, ഹിസ് ബ്രെയിൻ ഈസ് വെരി ആക്റ്റീവ്. വായിക്കുന്നുണ്ടാവും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ സ്കില്ല്. ആ പണ്ടത്തെ സ്കില്ലും ആ പണ്ടത്തെ എക്യുപ്മെൻസും വെച്ച് ചെയ്തിരുന്ന അതേ വ്യക്തി ഇപ്പോഴത്തെ മോഡേൺ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടും ആ സർജറി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹി ഈസ് ലേണിങ്. അപ്പോൾ വായിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ നാച്ചുറലി അങ്ങേർക്ക് ഈ ഒരു പ്രശ്നമില്ല, ഈ ഒരു മെമ്മറി ലോസ് എന്ന് പറയുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. സോ നമ്മളൊന്ന് ആലോചിക്കുക, നമുക്ക് ഇന്ന് തൊട്ടെങ്കിലും നമുക്ക് ചില കംഫർട്ട് സോൺസ് നമുക്ക് എന്ത് ചെയ്യണം, പുറത്ത് വരണം. അപ്പോൾ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ഫോൺ നമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് നമ്മൾ സ്ഥിരം വിളിക്കുന്ന നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിയിട്ടോ എന്ന് നമ്മളെ ഹസ്ബൻഡിനെ വിളിച്ച് പറയും, അല്ലെങ്കിൽ ഹസ്ബൻഡ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ വൈകും വരാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കണം. അപ്പം അങ്ങനെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരുന്ന നമുക്ക് ഒരു ദിവസം എന്തായാലും ഇവരെ വിളിച്ചിരിക്കും എന്നുള്ളൊരു ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ. നമ്മൾ ആ ഫോൺ നമ്പർ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ നന്നായിട്ട് ആലോചിക്കുക. അതെങ്കിലും നമ്മളൊന്ന് ഫോണിലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഈ കോൺടാക്ട്സ് എടുക്കാതെ നമുക്കൊന്ന് നമ്പറിൽ നമുക്ക് പറയാം. അറ്റ്ലീസ്റ്റ് ഇപ്പം നമ്മൾ കോൺടാക്ട്സിന് എടുത്ത് വിളിച്ചോളൂ, പക്ഷെ നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. നമ്പർ ഒന്ന് നമ്മുടെ സ്വന്തം നമ്പറും അത് നമുക്ക് പറയാം, വലിയ കുഴപ്പമില്ലാതെ പറയാം. വേറെ ഒരു നമ്പറും കൂടി നമ്മളൊന്ന് എന്ത് ചെയ്ത് വെക്കുക, നമ്മളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നതൊക്കെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതേപോലെ തന്നെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ GPay ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ വേറൊരു കംഫർട്ട് സോണിൽ. നമ്മൾ പണ്ട് ഒരു 60 രൂപയുടെ ചിലവ് നമുക്ക് വന്നു, നമ്മൾ 100ൻ്റെ നോട്ട് എടുത്ത് കൊടുക്കുന്നു. ആ 100ൻ്റെ എടുത്ത് കൊടുക്കുമ്പോൾ തൊട്ട് മനസ്സപ്പം തന്നെ പറയും 40 രൂപ തിരിച്ചു മേടിക്കണം, 40 രൂപ തിരിച്ചു മേടിക്കണം എന്ന് നമ്മൾ പറയുന്നു അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രെയിൻ ആക്റ്റീവാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല, നമ്മൾ സ്കാൻ ചെയ്യുന്നു, അതിൽ വരുന്നു, അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പേ ചെയ്യുന്നു. സോ അവിടെയും നമ്മൾ കംഫർട്ട് സോണിൽ വന്നു. അപ്പോൾ എവിടേക്കോ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് പേയ്മെൻറ്റുകൾ നടത്തണം. ചെറിയ പേയ്മെൻറ്റുകളൊക്കെ ക്യാഷ് പേയ്മെൻറ്റ് ചെറുത് ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് വിട്ടുപോകും. നമുക്ക് അങ്ങനെ ഒരു കാര്യം 50 പൈസ 60 പൈസ എന്നൊക്കെ നമ്മൾ അത് കഴിഞ്ഞാൽ എത്രയാണ് ബാക്കി വരിക എന്നുള്ളത്. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഒരു ശീലത്തിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ചെയ്തു, കാരണം നമുക്ക് ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത്. നമ്മളിപ്പോൾ അത് തള്ളിക്കളഞ്ഞേക്കാം, പക്ഷെ അത് ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് നമുക്കത് പ്രാക്ടീസ് ആക്കാം എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ കേട്ടു, നമ്മൾ കൂടുതലും കാൽക്കുലേറ്ററുകൾ ഉപയോഗിക്കുക കൂടുതൽ എന്നുള്ളതാണ്. ഇപ്പോൾ 10% കിട്ടും, കമ്മീഷൻ കിട്ടും, അല്ലെങ്കിൽ 10% വരുന്നത്, അവർക്ക് ലാഭം 10%. അപ്പോൾ ഒരു 100 റുപ്പീസിൻ്റെ 10% എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ 100 × 10/100 എന്നാണ് ചെയ്യുന്നത്. അത് 100ൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു 0 അതിൽ നിന്ന് പോകും, 10 ആണ്. അപ്പോൾ 5% എത്രയാണെന്ന് വെച്ചാൽ ആ 10ൻ്റെ പകുതിയാണ്, 5 ആണ്. ഇങ്ങനെ ഒന്ന് മെൻ്റൽ കാൽക്കുലേഷൻസ് നമ്മൾ കുറച്ച് എപ്പോൾ നോക്കിയാലും ഈ കാൽക്കുലേറ്റർ എടുത്ത് തന്നെ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇത് ചെയ്യണം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ 10 + 100 100 + 20 120 ഇങ്ങനെ ഒരു മെൻ്റൽ കാൽക്കുലേഷൻ നമ്മൾ നല്ലൊരു എക്സസൈസ് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ എക്സസൈസ് ചെയ്യണ്ട, നാച്ചുറലി ഏതെങ്കിലും ഒരു ടോക്കിൽ നമ്മളൊരു 10% വോട്ട് ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോൾ ആ ടോട്ടൽ ഇത്ര ലക്ഷം, അപ്പോൾ ഏകദേശം ഇത്ര ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ നമുക്ക് പേരുകൾ ഓർമ്മയില്ല, ഞാൻ കണ്ടതാണ്, എന്താണ് അയാളുടെ പേര്, അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, വിട്ട് കളഞ്ഞു. അങ്ങനെ അത് ശരി, അവിടെ ചിലപ്പോൾ 4-5 പേരുണ്ടാവാം, നമ്മളവിടെ അതന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതിന് സ്കിപ്പ് ആവണ്ട. അതെ, പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും നമ്മളൊന്ന് ഇരിക്കുമ്പോൾ എന്താണ് ആ പേരുണ്ടായിരുന്നത് എന്ന് നമ്മളൊന്ന് എന്ത് ചെയ്യുന്നത് നല്ലതാണ്, റീകളക്ട് ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മളത് അപ്പം തന്നെ അവിടെ സ്കിപ്പ് ചെയ്തിടാതെ റീകളക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെയാണോ നമ്മൾ കംഫേർട്സ് ഉപയോഗിക്കുന്നത്, ആ കംഫേർട്ട് സോണിൽ നിന്ന് മാറി നമ്മൾ കുറച്ചൊക്കെ റീഡിങ് ഹാബിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വരണം. ഇനി വായിക്കുമ്പോഴും ഇവർ പറയുന്നത്, ഞാൻ കുറച്ചിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് നടന്ന് വായിക്കണതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇതായിട്ട് ഇരുന്നിട്ട് നമ്മൾ വായിക്കുന്നേക്കാൾ കുറച്ചും കൂടിയും നല്ലത് നമ്മൾ നടന്ന് വായിക്കുന്നതൊക്കെ ബ്രെയിനിനെ ഒന്നും കൂടിയും ആക്റ്റീവ് ആക്കും
എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ ഗാർഡനിങ്ങിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പൂവിട്ടത് ഏതാ, കഴിഞ്ഞ ആഴ്ച ഏതിനായിരുന്നു പൂവിട്ടുണ്ടായിരുന്നത്, ഇപ്രാവശ്യം ഇതിന് കുറേ ദിവസമായിട്ടില്ല, അപ്പോൾ ഏതാ പൂ ഇടാതെ നിൽക്കുന്നത്, ഇങ്ങനെ. അപ്പോൾ അതിനെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ചട്ടികൾ ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ നമുക്ക് തെറ്റ് വരും ഏതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗാർഡനിങ് എക്സസൈസസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഹോബീസായിട്ട് എടുത്തിട്ടുള്ളവർക്ക് കേട്ടോ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഓൾറെഡി നമുക്ക് ഈ പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് വിഷമിക്കുന്നപ്പോൾ നമ്മളെക്കാൾ പ്രശ്നത്തിലാണ് 30s കുട്ടികളൊക്കെ ഇരിക്കുന്നത്. കാരണം അവർ നമ്മളെക്കാൾ അഡിക്റ്റഡ് ആണ്, എല്ലാം ഷോർട്ട് കട്ട്സ് ആണ് അവർക്ക്. അവരെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ നോക്കി നോക്കൂ, ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് വരും, നമുക്ക് അത്യാവശ്യം ഒരു ലെറ്ററൊക്കെ എഴുതാം, ഒരു ഓഫീസിൽ പോയി ഒരു ആപ്ലിക്കേഷൻ എഴുതാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇവരപ്പോഴേക്കും ഇവരെ സംബന്ധിച്ച് ആർട്ടിഫിഷ്യൽ ChatGPT ഇതൊക്കെ എടുത്തിട്ട് ഇത് നോക്കി അവർ നമ്മളെക്കാൾ സ്പീഡിലും സ്മാർട്ട് വർക്കും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അവർ വേറൊരു കാര്യം അവർക്ക് സംഭവിക്കുന്നുണ്ട്, മെമ്മറി ലോസ് സംഭവിക്കുന്നുണ്ട്. അത് നാളെ അവർക്ക് ഓഫീസിൽ ബുദ്ധിമുട്ടുണ്ടാക്കാം. മൾട്ടി ടാസ്കിങ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്കൊരു സിംഗിൾ ടാസ്കിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പക്ഷെ അവർക്ക് മൾട്ടി ടാസ്ക് പെർഫോം ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. സോ മറക്കണ്ട, നമ്മൾ ഏജിനെ കുറ്റം പറച്ചിൽ നിർത്താം. നമുക്ക് ഓർമ്മയില്ലാത്തതിൻ്റെ കാരണം വയസ്സാണ് എന്ന് പറഞ്ഞ് നമ്മളിനി കാണണ്ട, എക്സ്ക്യൂസ് എടുക്കണ്ട. അല്ല, നമ്മളുടെ മടിയാണ്, നമ്മൾ ഇനാക്റ്റീവായിട്ടിരിക്കുന്നത് കൊണ്ടാണ്, ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുറച്ച് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, നമ്മൾ മാറ്റിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി എനിക്കൊന്ന് പറയാനുണ്ട്, ഒന്നും കൂടി, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തായാലും ഇന്നത്തെ ടോപ്പിക്കും മെമ്മറി ലോസ് തന്നെയല്ലേ, അപ്പോൾ ഇതെന്തായാലും മെമ്മറി ലോസ് ഇതിൽ വരണ്ട. ഇപ്പം തന്നെ കൈയോടെ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്നിടണം, നോട്ട് ചെയ്തിടണം, ഷെയറും ലൈക്കും ചെയ്യണം. താങ്ക് യു. വിൽ സീ അഗെയിൻ.